ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിടക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഡിവോഴ്സിന് ശേഷം സുധീഷ് തന്നെ ചതിക്കുകയായിരുന്നു. ഗോപിയും സുധീഷും കൂടി കോടതിയിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടുവെന്നും ഞങ്ങൾ ലവേഴ്സ് ആണെന്ന് സുധീഷ് പോലീസുകാരെ വിശ്വസിപ്പിച്ചാണ് കല്യാണം നടത്തിയതെന്നും ഒക്കെ നിധി സുഭാഷിനോടും നികേഷിനോടും ഹരീഷിനോടും ഭാസ്കറിനോടും പറയുകയും എനിക്ക് മതിയായി, ഇനി എനിക്ക് വയ്യാന്ന് പറഞ്ഞ് നിധി റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയുമാണ്. നിധി എന്ന് വിളിച്ച് വളരെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുഭാഷ്. നിധി കരങ്ങിക്കൊണ്ട് തന്റെ ബാഗിലേക്ക് ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുന്നു. സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, എന്താടാ നീ ഇത്ര വലിയ തെറ്റാണോ ചെയ്തു വെച്ചിരിക്കുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എടാ ഹരീഷ്, നിനക്കറിയാലോ, നിധിയെ കണ്ട ഉടനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നെ പോലെ ഒരുത്തനെ എങ്ങനെ ഒരു പെണ്ണ് പ്രണയിച്ച് കല്യാണം കഴിക്കുക? ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്താലല്ലേ കല്യാണം നടക്കൂ? അപ്പൊ നികേഷ് പറയണ്ട, സുധീഷ് ഏട്ടാ, ഏട്ടത്തിയുടെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. സുധീഷ് ഏട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലോ ഏട്ടത്തി വീട്ടിൽ ആരും അറിയാതെ രാത്രി സുധീഷ് ഏട്ടന്റെ ഒപ്പം വന്നത്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എനിക്ക് അതൊന്നും അറിയില്ലടാ. ആ സമയത്ത് ഞാൻ നിധിയെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. അപ്പൊ ഞാൻ എന്നെ പറ്റി മാത്രമാണ് ആലോചിച്ചത്. അപ്പൊ സുഭാഷ് ചോദിക്കുന്നു, എടാ ഇപ്പൊ നിധി ഇവിടുന്ന് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സത്യം ഒരിക്കൽ പുറത്തു വരുമെന്ന് ചിന്തിച്ചതേ ഇല്ലടാ. എത്ര കാലം സത്യം മറച്ചു വെച്ച് ജീവിക്കാൻ പറ്റും? സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ നിനക്ക്? നിനക്ക് നിധിയെ ഇഷ്ടമായിരുന്നെങ്കിൽ നീ എന്തായിരുന്നു ചെയ്യേണ്ടത്? പറഞ്ഞതുപോലെ നിധിയെ തിരുവനന്തപുരത്ത് കൊണ്ടാക്കിയിട്ട് നിന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയണമായിരുന്നു. ഇന്ന് നീ നിധിക്ക് വേണ്ടി എല്ലായിടത്തും നിൽക്കുന്നത് പോലെ അന്ന് നീ നിന്നിരുന്നുവെങ്കിൽ നിധി നിന്നെ ഇഷ്ടപ്പെട്ടേനെ വരുന്നല്ലോ. ഇത് കേട്ട് സുധീഷ് പറയണ, ഓ പിന്നെ അവൾ എന്നോട് സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. ഇതാ ശരിയെന്ന് എനിക്ക് തോന്നി സുഭാഷ് ഏട്ടാ. അതാ ഞാൻ ചെയ്തത്. നിധിയെ പോലെ ഒരു പെണ്ണ് എന്റെ ജീവിതത്തിലേക്ക് വന്നാൽ എന്റെ ജീവിതം നല്ല ഭംഗിയുള്ളതാകും. എല്ലാം മാറുമായിരുന്നു. അതുമാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, എങ്ങനെയാണെങ്കിലും സത്യം ഒരിക്കൽ തിരിച്ചറിയുമല്ലോടാ. അത് നീ ആലോചിച്ചതേ ഇല്ലല്ലോ. ഇത് കേട്ട് സുധീഷ് പറയണം, അതൊന്നും ഞാൻ ആലോചിച്ചതുപോലും ഇല്ല സുഭാഷ് ഏട്ടാ. എനിക്ക് ആ സമയം എന്താണോ തോന്നിയത് അതാ ചെയ്തത്. അതുകൊണ്ട് ഞാൻ നിധിയെ വിഷമിപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ. എനിക്ക് പറ്റാവുന്ന രീതിയിൽ നന്നായല്ലേ നോക്കിയത്. അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടൻ ഏട്ടത്തിയുടെ ജീവിതത്തിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഏട്ടത്തി തന്നെ ഒരു നല്ല ജീവിതം കണ്ടെത്തിയനെ. വിരൽ ചൂണ്ടി സുധീഷ് പറയുന്നു, എടാ നികേഷ്, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഈ സമയം ബാഗൊക്കെ എടുത്ത് അവിടേക്ക് വരികയാണ് നിധി. സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി, എന്താ ബാഗൊക്കെ എടുത്തോണ്ട് വന്നേ? ശരിക്കും മോൾ ഇവിടുന്ന് പോവുകയാണോ? ഭാസ്കരനും അകത്തേക്ക് ഓടി വരികയാണ്. നിധി പറയുന്നു, അതെ സുഭാഷ് ഏട്ടാ, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യവും ഇല്ല. സുധീഷിനെ കാണാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീട് വിട്ടു പോകുന്നത്. കണ്ടു നിറങ്ങിയ ഭാസ്കരൻ പറയുന്നു, മോളെ, ഞാൻ അവനെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടോളാം, മോൾ ഇവിടെ താമസിക്കണം. അപ്പൊ നിധി പറയണം, വേണ്ട, ഇനിയെങ്കിലും ഞാൻ എന്റെ കാര്യം നോക്കി പോട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാവരോടും ദേഷ്യത്തിലാണെന്ന് അർത്ഥമില്ല. എനിക്ക് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യവും ഇല്ല. ഞാൻ ഇവിടെ താമസിച്ച അത്രയും നാളും നിങ്ങൾ എല്ലാവരും എന്നെ സന്തോഷത്തോടു കൂടിയാണ് നോക്കിയത്. നിങ്ങളെ എല്ലാവരെയും എനിക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ താമസിച്ചത്. ഇതെല്ലാം കേട്ട് സുധീഷ് കണ്ണീര് തുടയ്ക്കുമ്പോൾ കണ്ടു നിറങ്ങിയ എല്ലാവരെയും നോക്കിക്കൊണ്ട് നിധി പറയുന്നു, ഞാൻ ഇനിയും നിങ്ങളെ എല്ലാവരെയും കാണും, നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കും. നിങ്ങൾ എല്ലാവരും എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടവരാ. പക്ഷെ ഇയാൾ എന്നോട് ചെയ്ത ദ്രോഹം ഞാൻ ക്ഷമിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ എന്നെ ഒരു പാവയെ പോലെ നിർത്തിയില്ലേ, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ പോയിട്ട് വരാൻ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നിധി കണ്ണീര് തുടച്ച് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുന്നു, മോളെ നിധി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അപ്പൊ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ദയവ് ചെയ്ത് ഞാൻ ഇവിടുന്ന് പോകരുതെന്ന് മാത്രം പറയരുത്. ഇതേപോലെ സുഭാഷ് ഏട്ടന്റെ വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ മറ്റൊരുത്തൻ ചതിച്ച് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അയാളെ സുഭാഷ് ഏട്ടൻ വെറുതെ വിടുമായിരുന്നു. അയാള് നല്ലവനോ മോശപ്പെട്ടവനോ അതൊന്നും ഒരു വിഷയമേ അല്ല. ചതിച്ച് കല്യാണം കഴിക്കുന്നതേ വലിയ തെറ്റല്ലേ? എങ്ങനെ അയാൾക്ക് നല്ലവനായിട്ട് ജീവിക്കാൻ പറ്റും? പറ സുഭാഷ് ഏട്ടാ, നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയെ ഒരാള് ചതിച്ച് കല്യാണം കഴിച്ചു, അത് അറിഞ്ഞതിന് ശേഷം അവന്റെ കൂടെ ജീവിക്കണമെന്ന് പറയുമോ? ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ കണ്ടു നിറങ്ങിയ സുഭാഷ് പറയുന്നു, പറയില്ല മോളെ. ഇത് കേട്ട് നിധി പറയുകയാണ്, അപ്പൊ ഞാൻ വരട്ടെ സുഭാഷ് ഏട്ടാ. എടാ നികേഷ്, നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കാര്യത്തില് നീ ഒന്നും പറയാൻ പാടില്ല. കണ്ടു നിറങ്ങിയ നികേഷ് പറയുകയാണ്, പറയില്ലേട്ടത്തി, എന്റെ കൂടെ ബസ് സ്റ്റോപ്പ് വരെ വരണം. ദാന്ന് പറഞ്ഞ് ബാഗ് നികേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നിധി. ഹരീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, ഞാൻ പോയിട്ട് വരാം ഹരീഷ്. ഇത് കേട്ട് ഹരീഷ് കണ്ടു നിറങ്ങിയ നിധിയെ നോക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ഭാസ്കരന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, ഞാൻ പോയിട്ട് വരാം അച്ഛ. കണ്ടു നിറങ്ങിയ ഭാസ്കരൻ മോളെ എന്ന് വിളിക്കുമ്പോൾ നിധി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ബാഗുമായി നികേഷും പിന്നാലെ പോകുന്നു. അവരുടെ അരികിലേക്ക് വരുന്ന സുധീഷ് പറയുന്നു, നിധി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിധിയും നികേഷും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു പോവുകയാണ്. സുധീഷ് കരഞ്ഞുകൊണ്ട് നിധിയെ വിളിക്കുന്നുവെങ്കിലും നിധി മുന്നോട്ട് നടന്നു പോവുകയാണ്. നികേഷ് കണ്ണു നിറഞ്ഞ് എല്ലാവരെയും തിരിഞ്ഞു നോക്കുന്നു. തുടർന്ന് നിധി നികേഷിന്റെ ഒപ്പം ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ്. നിധി പറയുന്നു, നീ ബാഗിങ് താടാ, ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പൊയ്ക്കോ. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എങ്ങോട്ടാ പോവുക? അപ്പൊ നിധി പറയുകയാണ്, ഞാൻ എവിടേക്കെങ്കിലും പോകും, എനിക്കൊന്നും ആവില്ല, ഒരു കുഴപ്പം ഉണ്ടാകില്ല. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിയെ ഞാൻ എങ്ങനെ തനിച്ച് ഈ റോഡിലാക്കിയിട്ട് പോവുക? അപ്പൊ നിധി ചോദിക്കണം, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ തനിച്ചാക്കിയിട്ട് പോയാൽ വഴി അറിയാതെ കണ്ടും വീഴ്ച നിൽക്കാൻ? ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് ഞാൻ ബസ്സിൽ എവിടെ
എവിടേക്ക് പോകണമെന്നോ അവിടേക്ക് പോകും. ഇത്രയും ദൂരം എന്റെ കൂടെ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നികേഷ്, നീ പൊയ്ക്കോ. അപ്പൊ നികേഷ് പറയണ, എങ്ങനെയാ ഏട്ടത്തിയെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവുക, ഞാനും കൂടി വരാം ഏട്ടത്തി. നിധി പറയണ, അതൊന്നും വേണ്ടടാ, വീട്ടുകാർ നിന്നെ അന്വേഷിക്കും. നോക്ക്, നിനക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് നിന്നോടോ ഹരീഷിനോടോ സുഭാഷേട്ടനോടോ അച്ഛനോടോ ഒന്നും ദേഷ്യമില്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് അധികകാലം അവിടെ താമസിക്കാൻ പറ്റില്ല. എന്നെ ഒന്ന് മനസ്സിലാക്കുന്നേ, നീ പൊയ്ക്കോ. ഇത് കേട്ട് നികേഷ് പറയണ, ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടത്തി വിളിക്കണം, ഞാൻ വിളിക്കാവുന്ന നിധി പറയുമ്പോൾ നികേഷ് വിഷമത്തോടുകൂടി നിധിയുടെ കയ്യിലേക്ക് ബാഗ് കൊടുത്ത് കണ്ടു നിറഞ്ഞ് തിരിഞ്ഞു നോക്കുകയാണ്. നിധി കരഞ്ഞുകൊണ്ട് നികേഷിനോട് പറയുന്നു, പോടാ നികേഷേ, ഞാൻ പറയുന്നത് കേക്ക്. ഇത് കേട്ട് തലയാട്ടി കണ്ടു നിറഞ്ഞ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നികേഷ് പതിയെ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നികേഷ് വീട്ടിലേക്ക് വരുമ്പോൾ അരികിലേക്ക് ഓടിച്ചെന്ന് സുഭാഷ് ചോദിക്കുന്നു, എടാ നികേഷ്, നിധി എവിടെ പോയോ? അപ്പൊ നികേഷ് പറയണ, അപ്പഴേ പോയി സുഭാഷേട്ട, ഇനി വരില്ല. ദേഷ്യത്തോടുകൂടി ഭാസ്കരൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുധീഷിനോട് പറയുന്നു, നീ മാത്രം എന്തിനാടാ ഇവിടെ താമസിക്കുന്നത്, നീ ഇറങ്ങിപ്പോടാ, എവിടെയെങ്കിലും പോയി തുലയടാ. അപ്പൊ സുഭാഷ് പറയണ, എടാ സുധീഷേ, നന്നായിട്ടുണ്ട്, നല്ല കാര്യമാണ് നീ ചെയ്തത്. ഞങ്ങളോട് പോലും നീ ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ല, എല്ലാം മറച്ചു വെച്ചില്ലേ. ഒരു പെണ്ണിന്റെ ജീവിതമാണെന്ന് നീ ഒന്ന് ആലോചിച്ചോ. സിനിമയിലൊക്കെ കാണുന്നത് പോലെ പ്ലാൻ ചെയ്ത് കല്യാണം നടത്തിയിരിക്കുന്നു. സിനിമയിൽ ഇതൊക്കെ രസിച്ചു കാണാം, പക്ഷെ ജീവിതത്തില് ഒരു പെണ്ണിനും ഇത് ഇഷ്ടപ്പെടില്ല. നിധി അവസാനമായിട്ട് ഒരു വാക്ക് നമ്മളോട് ചോദിച്ചില്ലേ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവളെ ആരെങ്കിലും ചതിച്ചാൽ അയാളുടെ കൂടെ ജീവിക്കാൻ പറയുമോന്ന്. അത് തന്നെയാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നമുക്കൊരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഒരുത്തൻ പ്ലാൻ ചെയ്ത് ചതിച്ച് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? അവളെ ചതിച്ചവനെ അടിച്ചോടിച്ച് നമ്മൾ നമ്മുടെ പെങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരില്ലേ? അത് തന്നെയാ നിധിയും ചെയ്തത്. ഇങ്ങനെ ഒരു കുടുംബത്തില് എന്തിനു താമസിക്കണമെന്ന് വിചാരിച്ച് ഇവിടെ ഇറങ്ങിപ്പോയി. ഈ വീടിന്റെ മൊത്തം സന്തോഷവും കൂടെ പോയി. ഞാൻ നിധിയെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. സുധീഷിന്റെ അരികിലേക്ക് ഇരുന്ന് തോളിൽ കൈവച്ച് ഹരീഷ് പറയുന്നു, സുധീഷേട്ടന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, വിഷമിക്കാതെ. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, എടാ ഹരീഷ്, നീ എന്താടാ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നേ? ദേഷ്യത്തോടുകൂടി അവിടെ വന്നെഴുന്നേറ്റ് സുധീഷ് പറയുകയാണ്, തെറ്റായി പോയി, ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയി. എനിക്ക് നിധിയെ ഇഷ്ടമായിരുന്നു. ഞാൻ നിധിയുടെ അടുക്ക ചെന്ന് എനിക്ക് ഇഷ്ടമാണ്, എന്നെയും തിരിച്ച് പ്രണയിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവൾ എന്നെ ചെരുപ്പൂരി അടിച്ചേനെ. അപ്പൊ സുഭാഷ് പറയുകയാണ്, ചെരുപ്പൂരി അടിച്ചിരുന്നെങ്കിൽ അത് വാങ്ങണമായിരുന്നു. അതുകൊണ്ട് നിധി പോലും അറിയാതെ നിധിയെ ചതിച്ച് കല്യാണം കഴിക്കണമായിരുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷിടം പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന്. അങ്ങനെയൊന്നും അല്ല സുഭാഷേട്ടാ. അവക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനായി എന്നോട് സഹായം ചോദിച്ചപ്പോൾ എനിക്ക് അവളെ സഹായിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ലായിരുന്നു. എല്ലാം സംഭവിച്ചു പോയതാ. പോലീസ് സ്റ്റേഷനില് ഞങ്ങള് ലവേഴ്സ് ആണെന്ന് വിചാരിച്ചു, ഞാൻ അത് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. ദേഷ്യത്തോടുകൂടി സുഭാഷ് ചോദിക്കുന്നു, ഉപയോഗിച്ചെന്നോ? അടിച്ച് പല്ല് താഴെയിടും ഞാൻ. ഒരു പെണ്ണ് നിന്നെ വിശ്വസിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ അവളെ ചതിച്ച് കല്യാണം കഴിക്കണമായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, തെറ്റായി പോയി സുഭാഷേട്ടാ, ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ. ഇത് കേട്ട് ഭാസ്കരൻ പറയണ, ചുമ്മാതെ തെറ്റായി പോയി എന്ന് ഇപ്പൊ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഇത് അന്ന് ആലോചിക്കണമായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, എന്ത് ചെയ്യാനാണ്, എല്ലാം എന്റെ തലയിലെഴുത്താ. ഇന്ന് ആ ഗോപി സാറ് കോടതിയിലേക്ക് വരണമെന്നുണ്ടായിരുന്നു, നടന്നതിനെ കുറിച്ച് എന്നോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അത് നിധി കേൾക്കണമെന്നുണ്ടായിരുന്നു. സത്യം അറിഞ്ഞ ഉടനെ അവള് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഡിവോഴ്സ് മേടിച്ച് അവള് പോയി. അതോടുകൂടി എല്ലാം അവസാനിച്ചു. അവള് പോയി, ഞാനും പോയേക്കാം സുഭാഷേട്ടാ. നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്ക്, ഞാൻ പോവാണെന്ന് പറഞ്ഞ് സുധീഷ് കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. ഇത് കണ്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഹരീഷും സുഭാഷും നികേഷും ടെൻഷനോടുകൂടി നിൽക്കുന്നു. തുടർന്ന് കരഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്ന നിധി ഓർക്കുകയാണ് വീട്ടിൽ നിന്നും ഇറങ്ങി വന്നതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുധീഷ് തന്റെ കഴുത്തിൽ താലി കെട്ടിയതുമല്ല. തുടർന്ന് കരഞ്ഞുകൊണ്ട് നിധി ദിവ്യയുടെ ഫോണിലേക്ക് വിളിച്ച്, ഞാൻ ഒരു ദിവസം ദിവ്യയുടെ ഒപ്പം താമസിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ദിവ്യ ചോദിക്കുന്നു, നിനക്ക് എന്താ പറ്റിയത്? അപ്പൊ നിധി പറയണ, ഞാൻ വീട് വിട്ടിറങ്ങി, എനിക്ക് പോകാൻ ഒരു സ്ഥലമില്ല, ഇന്നൊരു ദിവസം ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഇത് കേട്ട് ദിവ്യ പറയണ, എന്ത് ചോദ്യം ഇത്, നീ ഇങ്ങോട്ട് വാ, ഒരു ദിവസമല്ല എത്ര നാൾ വേണമെങ്കിലും നിനക്ക് ഇവിടെ താമസിക്കാം. നീ ഇപ്പൊ എവിടെയാ? ക്ഷേത്രത്തിന്റെ അടുത്താ നിൽക്കുന്നതെന്ന് നിധി പറയുമ്പോൾ ദിവ്യ പറയുകയാണ്, നീ അവിടെ തന്നെ നിന്നാ മതി, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്താം. വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് ഓടി വന്ന ദിവ്യ കാണുകയാണ് അവിടെ ഇരുന്ന് കരയുന്ന നിധിയെ. അരികിലേക്ക് ഇരുന്ന് ദിവ്യ കാര്യം അന്വേഷിക്കുമ്പോൾ നിധി പൊട്ടിക്കരയുകയാണ്. ദിവ്യ ചോദിക്കുന്നു, നീ എന്തിനാടി കരയുന്നേ? കണ്ടു തുടക്കേ, പറ, എന്തിനാ കരയുന്നേ? എന്താ സംഭവിച്ചേ? എന്തിനാ വീട് വിട്ടു പോകുന്നത്? അപ്പൊ നിധി പറയണ, ഞാൻ സുധീഷിനെ ഡിവോഴ്സ് ചെയ്തടി. ഇത് കേട്ട് ദിവ്യ ചോദിക്കുന്നു, ഡിവോഴ്സ് ചെയ്തെന്നോ? നീ എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, ഡിവോഴ്സ് ഒക്കെ വലിയ പ്രോസസ് ആയിരുന്നല്ലോ, ഇതൊക്കെ എപ്പ നടന്നു? ആ വഴി പോകുന്ന ഒരു ചേച്ചി പറയണ, ഈ പെങ്കൊച്ച് കുറെ നേരമല്ലോ ഇവിടെ ഇരുന്ന് കരയുന്നു, എന്താണെന്ന് അറിയില്ല. ഇത് കേട്ട് ദിവ്യ പറയണ, നിധി നീ വാ, എന്താണെങ്കിലും നമുക്ക് ഹോസ്റ്റലിൽ ചെന്ന് സംസാരിക്കാം, നീ എഴുന്നേൽക്ക്. അങ്ങനെ ദിവ്യ നിധിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഹോസ്റ്റലിലേക്ക് വന്ന നിധി സുധീഷിന്റെയും തന്റെയും കല്യാണം നടന്നതും പിന്നീട് നടന്ന സംഭവങ്ങളും എല്ലാം ദിവ്യയോട് പറയുകയാണ്. തുടർന്ന് നിധി പൊട്ടിക്കരയുമ്പോൾ ദിവ്യ നിധിയെ ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നികേഷ്. ദിവ്യ ഫോൺ എടുത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നിധി പറയുകയാണ്, നികേഷാ വിളിക്കുന്നത്, ഞാൻ എവിടാണെന്ന് അറിയാൻ വേണ്ടിയാ വിളിക്കുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്ത് നിധി പറയുന്നു, പറയൂ നികേഷ്, എന്നെ കുറിച്ചോർത്ത് നീ പേടിക്കണ്ട, ഞാൻ സേഫാ,
നീ വീട്ടിലെത്തിയോ? നികേഷ് കരഞ്ഞോണ്ട് ഏട്ടത്തിന്ന് വിളിക്കുമ്പോൾ നിധി ചോദിക്കുന്നു എന്തു പറ്റിയടാ, നീ എന്തിനാ കരയുന്നേ? അപ്പൊ നികേഷ് പറയണ ഏട്ടത്തി സുധീഷ് ഏട്ടന് ആക്സിഡന്റ് പറ്റി. ഇത് കിട്ടി ഞെട്ടി അവിടെ വന്ന് എഴുന്നേറ്റ് നിധി ചോദിക്കുന്നു ആക്സിഡന്റോ? ദിവ്യ ചോദിക്കണ ആക്സിഡന്റോ? ആർക്ക്? എങ്ങനെയാണെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയണ ഏട്ടത്തിയെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്നില്ലേ, അപ്പൊ സുധീഷ് ഏട്ടൻ ദേഷ്യത്തോടു കൂടി ബഹളം വെച്ച് വീട് വിട്ടിറങ്ങിപ്പോയി. വഴിയിൽ വെച്ച് ആക്സിഡന്റ് ആയതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ എല്ലാവരും ഇപ്പം ഹോസ്പിറ്റലിലാ ഏട്ടത്തി. ഇവര് സുധീഷ് ഏട്ടനെ കാണാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് ഏട്ടത്തിയോട് പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഏട്ടത്തിയെ വിളിച്ചത്. നിധി ചോദിക്കുന്നു ഏത് ഹോസ്പിറ്റലിലാടാ? നികേഷ് ഹോസ്പിറ്റലിന്റെ പേര് പറയുമ്പോൾ നിധി പറയുകയാണ് ശരി ഞാൻ ഉടനെ വരാം. ശരി എന്ന് പറഞ്ഞ നികേഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ദിവ്യ ചോദിക്കാണ് ആർക്കാടി ആക്സിഡന്റ്? കരഞ്ഞോണ്ട് നിധി പറയുകയാണ് സുധീഷിന് ആക്സിഡന്റ് ആയി ദിവ്യ, എനിക്ക് ഉടനെ പോയി കാണണം, ഞാൻ പോയിട്ട് വരാം. അപ്പൊ ദിവ്യ പറയണ നീ തരിച്ചു പോകണ്ട, ഞാനും കൂടി വരാം. അങ്ങനെ ദിവ്യയും നിധിയുടെ ഒപ്പം പോവുകയാണ്. തുടർന്ന് നിധി ഭയത്തോടുകൂടി ദിവ്യയുടെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ്. റിസപ്ഷനിൽ നിന്നും നിധി അറിയുകയാണ് സുധീഷ് ICUവിലാണെന്ന്. ICUവിന് പുറത്തിരിക്കുകയാണ് ഭാസ്കരനും തോമസ് ഏട്ടനും. അരികിലേക്ക് ഓടി വന്ന നിധി ചോദിക്കുന്നു സുധീഷിന് എന്താ പറ്റിയത്? അപ്പൊ ഭാസ്കരൻ പറയുകയാണ് എന്ത് പറയാനാ മോളെ, വണ്ടി കൊണ്ടുപോയി എവിടെയോ ഇടിപ്പിച്ചു, ഇപ്പൊ ദേ ICUവിൽ കിടക്കുന്നു. തോമസ് ഏട്ടൻ പറയുന്നു അവൻ ഇതുവരെ ഒരു ആക്സിഡന്റിലും പെട്ടിട്ടില്ല, നന്നായി വണ്ടി ഓടിക്കുന്ന ആളാ. കസ്റ്റമേഴ്സ് ഒക്കെ സുധീഷിന്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് എന്നോട് പുകഴ്ത്തി പറയാറുണ്ട്. എന്ത് ചിന്തിച്ചുകൊണ്ട് അവനിപ്പോ വണ്ടി ഓടിച്ചെന്ന് മനസ്സിലാകുന്നില്ല. ഭാസ്കരൻ പറയുന്നു മോളെ ജീവൻ ആപത്തൊന്നുമില്ല, നീ ചെന്ന് കാണും, ചെല്ലു മോളെ. ഇത് കേട്ട് നിധി ടെൻഷനോടുകൂടി അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് ദിവ്യ. ബെഡിൽ കിടക്കുന്ന സുധീഷിന്റെ അരികിലിരിക്കുകയാണ് നികേഷും സുഭാഷും ഹരീഷും. സുഭാഷ് നിധി എന്ന് വിളിക്കുമ്പോൾ സുധീഷിന്റെ അരികിലേക്ക് വരികയാണ് നിധി. സുധീഷ് പതിയെ നിധി എന്ന് വിളിക്കുമ്പോൾ നിധി ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ സുധീഷിന് എന്താ സംഭവിച്ചത്? മോളോട് ആരാ പറഞ്ഞെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് സുഭാഷ് ഏട്ടാ ഞാനാ പറഞ്ഞേ, മനസ്സ് അനുവദിച്ചില്ല അതുകൊണ്ടാ പറഞ്ഞത്. കണ്ടു നിറങ്ങിയ നിധി ചോദിക്കുന്നു എന്താ സുധീഷ് ഇത്? അപ്പൊ സുഭാഷ് പറയണ അങ്ങോട്ട് ചോദിക്കുമോളെ, ഞങ്ങളോട് ദേഷ്യപ്പെട്ട് വണ്ടി എടുത്തോണ്ട് പോയതാ, പോയി നേരെ വണ്ടി എവിടെ കൊണ്ടു ഇടിപ്പിച്ചു, ഇപ്പൊ കണ്ടില്ലേ? അപ്പൊ ഹരീഷ് പറയണ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് ഏട്ടത്തി. ഏട്ടത്തി വീട് വിട്ടു പോയ ഉടനെ സുധീഷ് ഏട്ടൻ കാരണമാണ് ഇതെല്ലാം നടന്നതെന്ന് പറഞ്ഞ് എല്ലാവരും സുധീഷ് ഏട്ടനെ കുറ്റപ്പെടുത്തി. ആ ദേഷ്യത്തിലാ ഇറങ്ങിപ്പോയത്, അതിനുശേഷം ആക്സിഡന്റ് പറ്റിയേ. സുധീഷ് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നിധി വിഷമത്തോടുകൂടി സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ വേദന സഹിക്കാനാകാതെ കരയുകയാണ് സുധീഷ്. നിധി ടെൻഷനോടുകൂടി സോറി എന്ന് പറയുമ്പോൾ സുധീഷ് പറയുകയാണ് സാരമില്ല. നിധി ചോദിക്കുന്നു സുധീഷ് നോക്കിയും കണ്ട് വണ്ടി ഓടിക്കത്തില്ലേ, ഇപ്പൊ കണ്ടില്ലേ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് നെറ്റിയൊക്കെ പൊട്ടി കിടക്കുന്നേ, വല്ലാതെ വേദനിക്കുന്നുണ്ടോ? അങ്ങനെ നിധി സുധീഷിന്റെ തോളിലേക്ക് കൈ വെക്കുമ്പോൾ കയ്യിൽ പിടിച്ച് സുധീഷ് പറയുകയാണ് ഈ വേദനയൊക്കെ ഞാൻ സഹിക്കും നിധി, പക്ഷെ നീ എന്നെ വിട്ടുപോയത് എനിക്ക് താങ്ങാൻ കഴിയാത്തത്, ഞാൻ ചെയ്തത് തെറ്റാ നിധി, പ്ലീസ് നിധി എന്നോട് ക്ഷമിക്ക്. കൈ എടുത്തു മാറ്റി കണ്ണു നിറഞ്ഞ നിധി പറയുകയാണ് ഞാൻ സുധീഷിന്റെ ആക്സിഡന്റിനെ കുറിച്ചാ ചോദിച്ചത്. അപ്പൊ സുധീഷ് പറയുന്നു ഞാനും അതിനെ കുറിച്ചാ പറഞ്ഞ നിധി, നീ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു, എനിക്ക് വേദനിക്കുന്നില്ല, നീ എന്നെ വിട്ട് പോയില്ലേ, ആ വേദനേക്കാൾ വലുതാണോ ഇതൊക്കെ? അന്ന് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, അന്നത്തെ ബുദ്ധിമോശത്തിന് അങ്ങനെ ചെയ്തു പോയി. ഒന്ന് ആലോചിച്ച് നോക്കുന്നതി, എന്നെ പോലെ ഒരു പയ്യന് നിന്നെ പോലെ ഒരു പെണ്ണിനെ കിട്ടുമോ? അതാ കള്ളത്തരത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയത്. പക്ഷെ എനിക്ക് നിന്നോടുള്ള സ്നേഹം സത്യമാണ് നിധി. ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ആരെന്നറിയാത്ത എന്നെ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, അപ്പോഴേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് കേട്ട് നിധി പറയണ സുധീഷ് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട. അപ്പൊ സുധീഷ് പറയണ പ്ലീസ് നിധി ഞാനത് സംസാരിച്ചോട്ടെ, നിധിയുടെയും സൂര്യയുടെയും കല്യാണം നടന്നിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വരില്ലായിരുന്നു. നിനക്ക് കല്യാണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, അപ്പം എന്റെ ജീവിതത്തിലും എന്തോ നല്ലത് നടക്കാൻ പോവുകയാണെന്ന് ഞാൻ ചിന്തിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ആ സന്ദർഭം ഉപയോഗിച്ച് നിന്നെ ചതിച്ചത് വലിയ തെറ്റാണ് നിധി. ഇപ്പൊ ആലോചിക്കുമ്പോ പോലും എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് നിധി. നീ എന്നോട് ചോദിച്ചില്ലേ ഇത്രയും നാളില് ഒരു തവണ പോലും ഇതിനെ കുറിച്ച് ഒരു വാക്ക് പോലും എന്നോട് പറയണമെന്ന് തോന്നിയില്ലേന്ന്? ഞാൻ എങ്ങനെ പറയും നിധി? ഞാൻ പറഞ്ഞാൽ നീ എന്നെ വിട്ടു പോകില്ലേ നിധി? എന്റെ ഏറ്റവും വലിയ ഭയം അതാണ് നിധി, അതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. എന്നോട് ക്ഷമിക്കും നിധി, ഞാൻ തെറ്റ് ചെയ്തു, നിനക്ക് എന്നോട് ക്ഷമിച്ചൂടെ? സോറി നിധി, സോറി. അപ്പൊ നിധി പറയുകയാണ് സുധീഷ് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, സോറി. അങ്ങനെ നിധി സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ നിധിയുടെ കൈ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരങ്ങിയ സുധീഷ് പറയുന്നു എന്നോട് ക്ഷമിക്കണം. ഇത് കണ്ട് എല്ലാവരും കണ്ണു നിറങ്ങി അവരെ നോക്കുമ്പോൾ സുധീഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിധി പറയുകയാണ് സുധീഷ് കൈയെന്ന് വിട്, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഡോക്ടർ എന്താ പറഞ്ഞത്? ഈ സമയം ഭാസ്കരനും തോമസ് ഏട്ടനും അവിടേക്ക് വരികയാണ്. ഭാസ്കരൻ പറയുകയാണ് ഞാൻ വന്നത് മുതൽ ഡോക്ടർ വന്ന് നോക്കുന്നതായി കണ്ടില്ല മോളെ, ഞാൻ വന്നപ്പോൾ ഇവനും തോമസും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ് ഇത് അറിഞ്ഞ ഉടനെ ഞാൻ ആ സുധീഷിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്, ഇപ്പം മരുന്നെല്ലാം വെച്ച് കെട്ടിയിരിക്കുക, ഇനി ഏതോ വലിയ ഡോക്ടർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തല വേദനിക്കുന്നുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ ഇപ്പൊ കുഴപ്പമില്ല നിധി. സുധീഷ് ഈ ജ്യൂസ് കുടിക്കുന്നു പറഞ്ഞ് സുഭാഷ് ഓറഞ്ച് ജ്യൂസുമായി വരുമ്പോൾ വേണ്ടെന്ന് കൈകൊണ്ട് കാണിക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു കുടിക്ക് സുധീഷ്. ഇത് കേട്ട് നിധിയെ നോക്കി തലയാട്ടി സുഭാഷിന്റെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുകയാണ് സുധീഷ്. മതിയെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ കുറച്ചുകൂടി കുടിക്ക് സുധീഷ്. ഇത് കേട്ട് തലയാട്ടി വീണ്ടും ജ്യൂസ് കുടിക്കുകയാണ് സുധീഷ്. തുടർന്ന് പുറത്തിരിക്കുകയാണ് സുഭാഷും നിധിയും ഹരീഷും. കണ്ടു നിറങ്ങിയ നിധി പറയണ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയണ
ഞാനും അങ്ങനെ വഴക്ക് പറയാൻ പാടില്ലായിരുന്നു മോളെ. വല്ലാതെ ദേഷ്യപ്പെട്ടു. അവൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും വിചാരിച്ചില്ല നിധി. തോമസ് ഏട്ടൻ ഫോൺ ചെയ്ത് അവൻ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നു. അപ്പൊ ഹരീഷ് പറയണ, ഏട്ടത്തി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക് ഹരീഷ് എന്ന് നിധി പറയുമ്പോൾ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഏട്ടത്തിക്ക് ഇഷ്ടമില്ലാന്ന് അറിഞ്ഞിട്ടും കല്യാണം കഴിച്ചു. അതല്ലാണ്ട് സുധീഷ് ഏട്ടൻ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല. ഏട്ടത്തിക്ക് സുധീഷ് ഏട്ടനോട് ക്ഷമിച്ചൂടെ? അപ്പൊ സുഭാഷ് പറയണ, മോളെ നിധി ഞാനും ഇതിനെക്കുറിച്ച് മോളോട് സംസാരിക്കാൻ വേണ്ടി ഇരുന്നതാ. അവന് ഒരവസരം കൂടി കൊടുത്തു നോക്ക് മോളെ. മോൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവനൊരു ഉത്തരവാദിത്വമൊക്കെ വന്നു തുടങ്ങിയത്. അവന്റെ ജീവിതം ഒരുപാട് മാറിപ്പോയി. അവൻ എത്രമാത്രം മാറിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ. നീ അവനെ വേണ്ടാന്ന് പറഞ്ഞു പോയാൽ അവന് സഹിക്കില്ല മോളെ. ഹരീഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ റൗഡി ഒന്നും അല്ലായിരുന്നല്ലോ? അപ്പൊ സുഭാഷ് പറയണ, ഇപ്പോഴത്തെ സുധീഷിനെ നീ നോക്കണ്ട. പണ്ടവൻ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാ നടന്നിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് കള്ളം പറയും, വീട്ടില് കൃത്യസമയത്ത് വരില്ല, ആരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. എന്തിന് അവനോട് പോലും അവന് സ്നേഹമില്ല. പക്ഷെ ഇപ്പൊ എങ്ങനെയാ? ഉത്തരവാദിത്വം ഉണ്ട്. നിധിയെ നന്നായി നോക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ശമ്പളം കിട്ടുന്നത് സേവ് ചെയ്തു വെക്കുന്നു. അവൻ ഒരുപാട് മാറിപ്പോയടാ. അതെല്ലാം നിധി കാരണമാ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നല്ലവരാണെന്നൊന്നും അല്ല പറഞ്ഞത്. ഞങ്ങൾ എല്ലാവരും ഉത്തരവാദിത്വം ഇല്ലാതെ നടന്നവര് തന്നെയാ. മോള് വന്നതിന് ശേഷമാ എല്ലാം മാറിയത്. ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടന് ഏട്ടത്തി ഒരുപാട് ഇഷ്ടമാ. പറ്റുമെങ്കിൽ സുധീഷ് ഏട്ടന് ഒരവസരം കൂടി കൊടുത്തു നോക്ക് പ്ലീസ്. അപ്പൊ സുഭാഷ് പറയണ, അതെ മോളെ, മോള് പോയത് ഞങ്ങൾക്ക് പോലും താങ്ങാൻ കഴിഞ്ഞില്ല. മോളില്ലെങ്കിൽ സത്യമായിട്ടും അവൻ ഒന്നുമില്ലാതെ ആയി പോകും. പ്ലീസ് മോളെ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ സുഭാഷ് കൈകൂപ്പുമ്പോൾ നിധി പറയണ, സുഭാഷ് ഏട്ടാ ദയവ് ചെയ്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നില്ല. കുറച്ചുനാൾ കഴിയട്ടെ. സമാധാനത്തോടു കൂടി ആലോചിക്കുമ്പോൾ എന്താണോ എന്റെ മനസ്സിൽ വരുന്നത് അത് ഞാൻ ചെയ്യും. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, മനസ്സിലാവുന്നുണ്ട് മോളെ. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. മോൾ അവന് കുറച്ച് സമയം കൊടുക്ക്. അവൻ ശരിക്കും മാറി മോളെ. മോക്ക് വേണ്ടിയാ അവൻ ഇങ്ങനെ മാറിയത്. ഇനി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്ത് തീരുമാനം വേണമെങ്കിലും മോക്കെടുക്കാം. ഇങ്ങനെ എല്ലാം ശരിയായി വരുമ്പോൾ മോൾ ഒരു സ്ഥലത്ത് അവൻ മറ്റൊരു സ്ഥലത്ത്. എങ്ങനെ ശരിയാകുമെന്ന് എനിക്കറിയില്ല മോളെ. ഇതൊക്കെ ഞങ്ങളുടെ സ്വാർത്ഥതയാണെന്നറിയാം. പക്ഷെ വേറെ വഴിയില്ല മോളെ. മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേട്ട് നിധി ആലോചിച്ചിരിക്കുമ്പോൾ ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് ഹരീഷും സുഭാഷും. തുടർന്ന് തനിച്ച് ഹോസ്പിറ്റലിലിരിക്കുന്ന നിധി ഓർക്കുകയാണ്, സുധീഷ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തനിക്ക് മേടിച്ചു തന്നത്. നിധിയുടെ ലാപ്ടോപ്പ് കളഞ്ഞു പോയപ്പോൾ ലാപ്ടോപ്പുമായി അവിടെ കൂടിയെത്തി പ്രസന്റേഷൻ നടത്തുന്ന പറഞ്ഞ് സുധീഷ് ആത്മവിശ്വാസം കൊടുത്തത്. പിന്നീട് പാർട്ട്ണർഷിപ്പ് ബിസിനസിനായി സുധീഷ് പണം കൊണ്ട് കൊടുത്തത്. തനിക്ക് വേണ്ടി തോമസ് ഏട്ടന്റെ പണം മോഷ്ടിച്ച് സുധീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കണ്ടു നിറഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്